ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്ന് ധന്വന്തരം കുഴമ്പ് പ്രസവശേഷം എങ്ങനെ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പം നമ്മൾ പ്രസവശേഷം നമുക്ക് തേച്ച് കുളി 7, 12, 9 ഇങ്ങനെ ഓരോ ക്രമീകരിച്ച് നമ്മൾ തേച്ച് കുളി ചെയ്യാറുണ്ട്, വേദകുളി. അപ്പം ആ വേദകുളിക്ക് നമുക്ക് ധന്വന്തരം കുഴമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ആ ഒരു ദിവസമല്ലാതെ നമുക്കൊരു 3 മാസത്തോളം തന്നെ നമുക്ക് ധന്വന്തരം കുഴമ്പ് തേച്ച് കുളിക്കാവുന്നതാണ്. അപ്പം ഇത് തേക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസി ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണം നമുക്ക് നെക്കിൽ, അൺട്രാൻസിൽ, ശരീരത്തൊക്കെ നന്നായിട്ട് ഒരു ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം അത് മാറാൻ നമുക്ക് ധന്വന്തരം കുഴമ്പ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്കിലും ഒരു ബ്ലാക്ക് കളറായിരിക്കും പ്രസവശേഷം വരുന്നത്. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല, പക്ഷെ എന്നാൽ കൂടി നമുക്കതൊന്ന് ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേച്ചുകുളി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വായുവിൻ്റെ പ്രശ്നം അധികമായിട്ടുള്ള അമ്മമാർ, അതല്ലെങ്കിൽ ഒരുപാട് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കഴുത്തിന് വേദന, അതുപോലെ പുറം വേദന, നടുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്, കാലിന് വേദന ഉണ്ടാവാറുണ്ട്, പലർക്കും നീരുണ്ടാവാറുണ്ട്. ഈ ഉറക്കം കുറവ് പൊതുവേ ഉള്ളതാണ് പ്രസവശേഷം. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന രാത്രി ഉണർന്നിരിക്കുകയും കുഞ്ഞിൻ്റെ കൂടി ഇരിക്കുന്ന സമയത്ത് ഉറക്കക്കുറവ് കാരണം ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അവസ്ഥയിലും നമുക്ക് ഈ ധന്വന്തരം തേച്ച് കുളി, കുഴമ്പ് തേച്ചിട്ടുള്ള കുളി വളരെ പ്രയോജനമാണ്. ചൂട് സമയത്തൊക്കെ നമുക്ക് ചില സ്ത്രീകൾക്ക് ഒരു ചെറിയ പുകച്ചിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ധന്വന്തരം കുഴമ്പിൻ്റെ ഒപ്പം അതേ അളവിൽ തന്നെ പിണ്ടതൈലവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് പ്രസവ ശേഷം മാത്രമല്ല, ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തും നടുവേദന അല്ലെങ്കിൽ കാലുവേദന, അങ്ങനെയുള്ള വേദനകൾ, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമുക്ക് ധന്വന്തരം തേച്ച് കുളിക്കാവുന്നതാണ്. വയറ്റിൽ ഒരിക്കലും തേക്കാൻ പാടില്ല, അല്ലാതെ നമുക്ക് കാലുവേദന, നടുവേദനയ്ക്കൊക്കെ തന്നെ ധന്വന്തരം കുഴമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക്